ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊരിന്ത് ലേഖനത്തിലൊരു വാക്യമുണ്ട്. 1 കൊരിന്ത്യർ 10:4 ആ വാക്യം ഇങ്ങനെ പറയുന്നു: ആ പാറ ക്രിസ്തു ആയിരുന്നു. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ദൈവവചനം പഠിച്ചു വരുമ്പോൾ നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിൽ നെടുനീളം യേശുക്രിസ്തുവിനെ കാണാൻ പറ്റും. നമുക്ക് അത് ഒന്ന് ചിന്തിച്ച് പോകാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ ഇങ്ങനെ എഴുതിയേക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവിടുന്ന് ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് ഈ ബൈബിൾ എഴുതിയേക്കുന്നു. അവിടുന്ന് ഒരു വ്യക്തിയെ ആയിട്ട് തന്നെ അവിടെ പറയുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവിടുന്ന് ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ഈ ഭാഗത്ത് 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകണം. ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടെ ആയിരുന്ന വചനം, ദൈവമായിരുന്ന വചനം തർജ്ജിമ ചെയ്ത് അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും രീതികളും മാറിപ്പോയാൽ അത് ദൈവമാവില്ല. ആ വചനം ദൈവത്തോടു കൂടെ ഉള്ളതുമല്ല, അത് ആദിയിലുണ്ടായിരുന്നതുമല്ല. അതുകൊണ്ട് തന്നെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവിടുന്ന് ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. 3-ാമത്തെ വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: സകലവും വചനം മുഖാന്തരം ഉളവായതൊന്നും അവിടുത്തെ കൂടാതെ ഉളവായതല്ല. ഒറ്റ വചനത്തിൽ തന്നെ അതിൻ്റെ ആദ്യ ഭാഗം പറയുന്നത് സകലതും വചനം മുഖാന്തരം ഉളവായി എന്ന് പറഞ്ഞിട്ട് 2-ാമത്തെ ഭാഗം പറയുന്നു ഉളവായതൊന്നും അവിടുത്തെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞാൽ സകലതും വചനം മുഖാന്തരം ഉളവായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് വചനം എന്ന വ്യക്തിയിൽ ജീവനുണ്ടായിരുന്നെന്നും ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായെന്നും ആ വെളിച്ചത്തിനെ ഇരുട്ട് കീഴടക്കിയില്ലെന്നും ഈ ലോകം ഉളവായതിന് ഈ വചനം ഹേതുവാണെന്നും ഈ വചനം ശരീരമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു എന്നും ആ ആദ്യ അധ്യായത്തിൽ തന്നെ നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുന്നു. അതായത് ആ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നു: വചനം ശരീരമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവിടുത്തെ തേജസ്, പിതാവിൻ്റെ അടുക്കൽ നിന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി വന്ന ഏകജാതൻ്റെ തേജസ് തന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നു ക്രിസ്തു ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു. ഇനി ആദി എന്ന് പറഞ്ഞത് എന്താണ് എന്ന് ചിന്തിക്കുമ്പം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച സമയമാണ് ആദി എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് തന്നെയാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളാണ്, പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് പുത്രനായ ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നമ്മളിതിനകത്ത് മനസ്സിലാക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാം. 19-ാമത്തെ വാക്യം പറയുന്നു: ഇസ്രയേലിൻ്റെ സൈന്യത്തിന് മുമ്പിൽ സഞ്ചരിച്ചിരുന്ന ദൈവദൂതൻ അപ്പോൾ പിൻവാങ്ങി അവരുടെ പിന്നിൽ നടന്നു, മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് പിമ്പിലേക്ക് നടന്നു. 20-ാമത്തെ വാക്യം: അത് ഈജിപ്തിൻ്റെ സൈന്യങ്ങൾക്കും ഇസ്രയേൽ സൈന്യങ്ങൾക്കും ഇടയിൽ നിലകൊണ്ടു, രാത്രി മുഴുവൻ ഇസ്രയേല്യരുടെ സൈന്യവും ഈജിപ്തുകാരുടെ സൈന്യവും അടുക്കാത്ത വണ്ണം അത് അവരുടെ മധ്യേ നിന്നു. ഈജിപ്തുകാർക്ക് മേഘവും അന്ധകാരവും ഇസ്രയേല്യർക്ക് പ്രകാശവുമായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ തന്നെ 24-25 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് താഴേക്ക് നോക്കി ഈജിപ്റ്റ് സൈന്യത്തിന് വിഭ്രമം വരുത്തി. അവിടുന്ന് അവരുടെ രഥചക്രങ്ങൾ ഇടറിപ്പോകുവാൻ ഇടയാക്കിയതുകൊണ്ട് അവയ്ക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമായി. നമുക്ക് ഇസ്രയേല്യരെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകാമെങ്കിൽ അവിടെ അത് കിടക്കുന്നത് 24-ാമത്തെ വാക്യം: ആൻഡ് ഇൻ ദ മോർണിംഗ് വാച്ച് ദ ലോർഡ് ത്രൂ ദ പില്ലർ ഓഫ് ഫയർ ആൻഡ് കുഡ് ലുക്ക്ഡ് ഡൗൺ ഇൻ ദ ഹോസ്റ്റ് ഓഫ് ദ ഈജിപ്ഷ്യൻസ് ആൻഡ് ഡിസ്കംഫിറ്റഡ്.
ഇവിടെ നമ്മൾ ആ കാണുന്ന വാക്കെന്ന് പറയുന്നത് ലോഡെന്ന, അതായത് നമ്മൾ ഈ ബൈബിള് ശ്രദ്ധയോടെ പഠിച്ചു പോകുമ്പോൾ പഴയ നിയമത്തിൽ ഗോഡ് എന്ന ഭാഗം കാണുന്നുണ്ട്, ലോഡ് എന്ന ഭാഗം കാണുന്നുണ്ട്. ഈ ലോഡിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് അധികാരത്തോടെ ഭരിക്കുന്ന ആൾ എന്നാണ്. ലോഡ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ ഡിക്ഷണറി അർത്ഥം ശരിക്കും പറഞ്ഞാൽ അധികാരത്തോടെ ഭരിക്കുന്ന ആളെന്നാണ്. അത് നമ്മൾ മത്തായി സുവിശേഷത്തിലോട്ട് വന്നാൽ 7-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 28 പറയുന്നു, യേശു ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൽ ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. കാരണം അവരുടെ വേദജ്ഞരെ പോലെയല്ല, പിന്നെയോ അധികാരമുള്ളവനായിട്ടാണ് അദ്ദേഹം അവരെ പഠിപ്പിച്ചത്. ഈ ലോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അധികാരത്തോടെ ഭരിക്കുന്ന ആളെന്നാണ്. ഇവിടെ യേശു വേദജ്ഞരെ പോലെയല്ല, പിന്നെയോ അധികാരമുള്ളവനായിട്ടാണ് അദ്ദേഹം അവരെ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ അധികാരം ഉള്ളവൻ സൃഷ്ടിച്ചവൻ വന്ന് സംസാരിക്കുന്നതും സൃഷ്ടിയെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയവൻ സംസാരിക്കുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. ഒരു കാര്യം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരുത്തൻ സംസാരിക്കുന്നതും പ്രാപിച്ചത് കേട്ടവൻ സംസാരിക്കുന്നതും രണ്ട് ആംഗിളാണ്. ഒരു ഉദാഹരണം പറയാം, വളരെ രസകരമായൊരു ഉദാഹരണമാണ്. ഒരു ശുശ്രൂഷകൻ ഇങ്ങനെ സകല സ്ഥലത്തും പോയി നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. കേൾക്കുന്ന സമയത്ത് ആളുകൾക്ക് അത് ഭയങ്കര ആത്മസാന്നിധ്യം അനുഭവിക്കുമായിരുന്നു. അവസാനം ഈ മനുഷ്യൻ എവിടെ ചെന്ന് പ്രസംഗിച്ചാലും ആ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ പറയും വേറെ വല്ല വിഷയമാണ്, അത് വേണ്ട, നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ മതി. അവസാനം ഇദ്ദേഹം ഒരു നോഹയുടെ പെട്ടകത്തിൻ്റെ പ്രസംഗം തന്നെയായി. അങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ പ്രസംഗിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഇദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ ഒരു പത്രകഷ്ണമായിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഇതേ നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന നോഹയുടെ പെട്ടകം എന്ന് പറയുന്നത് അമേരിക്കൻ ആർക്കിയോളജിക്കൽ വിഭാഗം ഇത് ആർട്ടിക് ഭാഗത്തുനിന്ന് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പത്ര കട്ടിങ് കൊണ്ട് ഇദ്ദേഹത്തെ കാണിച്ചു. അപ്പോൾ ഇദ്ദേഹം ഇത് നോക്കിയിട്ട് പറയാ, ആഹാ, അപ്പോൾ ഇത് സത്യമായിരുന്നല്ലേ എന്ന്. അപ്പോൾ അനേകരെ പ്രസംഗിച്ചിളക്കുന്ന ആൾക്ക് പോലും സത്യമാണെന്ന് പത്ര കട്ടിങ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, നമ്മൾ പാട്ട് പാടുമ്പോൾ പിശാചിന് ഭയങ്കരമായ ശല്യമുണ്ടെന്ന് പിശാച് ബാധിതം വിളിച്ചു പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ അതെന്ത് അത്ഭുതമാണ്. അതായത് അദ്ദേഹം പാട്ട് പാടിയപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സീനിയർ ശുശ്രൂഷകനോട് ചേർന്നൊരു ശുശ്രൂഷ നടത്തുന്ന സ്ഥലത്ത് ഒരാൾക്ക് ഭൂതം വിളയി കഴിഞ്ഞാൽ ഭൂതം ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഭൂതത്തെ കൊണ്ട് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറയിച്ച് ഇങ്ങനെ നിന്നപ്പോൾ ഇദ്ദേഹം ഈ സൈഡിൽ കൂടെ ചെന്നിട്ട് ഈ പാട്ടുകാരൻ ചെന്നിട്ട് ഏതാണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ ഒരക്ഷരം മിണ്ടരുത്, നീ ചെയ്യുന്ന ദ്രോഹം എന്നാന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അന്നേരം ചോദിച്ചു, ഞാൻ എന്താ ദ്രോഹം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നീയൊക്കെ പാട്ട് പാടുമ്പോൾ ഞങ്ങൾ തീക്കകത്താണ് നിൽക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഈ സ്നേഹിതൻ പറയുക, നമ്മൾ പാട്ട് പാടുമ്പോൾ ഇവൻ ഈ ദുരാത്മാക്കൾ ഇങ്ങനെ തീക്കകത്താണ് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഭൂതം പറഞ്ഞ പിന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ അനുഭവിച്ചിട്ട് പറയുന്നതും ഒരാൾ കടന്നു പോയിട്ട് പറയുന്നതും ഒരാൾ കേട്ട് പറയുന്നതും അത് വിവിധ ആംഗിളിലിരിക്കും. യേശുവിനെ സംബന്ധിച്ച് അല്ലെ ക്രിസ്തുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഇതെല്ലാം സൃഷ്ടിച്ചതാണ്, ഇതെല്ലാം പരിപാലിക്കുന്നതാണ്, ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനായതുകൊണ്ട് ഭൂമി വന്നപ്പം മത്തായി സുവിശേഷം 7:29 പറയുന്നത്, കാരണം അവരുടെ വേദജ്ഞരെ പോലെയല്ല, പിന്നെയോ അധികാരമുള്ളവനായിട്ടാണ് അദ്ദേഹം അവരെ പഠിപ്പിച്ചത് എന്നാണ്. അതായത് ഈ ലോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അധികാരത്തോടെ ഭരിക്കുന്ന ആളെന്നാണ്. അതായത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ 17-ാം അധ്യായത്തിനകത്ത് 5-6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അതിന് ഉത്തരമായി യഹോവ മോശയോട്, നീ ജനങ്ങൾക്ക് മുമ്പായി നടക്കുക, ഇസ്രയേലിലെ ഏതാനും മൂപ്പന്മാരെയും കൂടെ കൊണ്ടുപോകണം. നീ നദിയെ അടിച്ച വടി കയ്യിലെടുത്തുകൊള്ളുക. അവിടെ ഹോറേബിലെ പാറമേൽ ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കും. നീ പാറയെ അടിക്കണം, അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടുമെന്ന് അരുളി ചെയ്തു. മോശ ഇസ്രയേല്യർ മൂപ്പന്മാർ കാണെ അങ്ങനെ ചെയ്തു. ഇത് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ട് കൊറിന്ത് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. കൊറിന്ത് ലേഖനം 10:4 പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്ര അവർ പാനം ചെയ്തത്, ആ പാറ ക്രിസ്തുവായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ പാറയിൽ നിന്ന് വെള്ളം വരും എന്നത് യഹോവ എന്ന് അവിടെ എഴുതിയപ്പോൾ കൊറിന്ത് ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു. ഈ സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനം 78-നകത്ത് 78-ന്റെ 15-16 മരുഭൂമിയിൽ അവിടുന്ന് പാറകൾ പിളർന്നു, ആഴിയിൽ നിന്ന പോലെ അവർക്ക് ധാരാളം വെള്ളം കുടിപ്പാൻ കൊടുത്തു. അവിടുന്ന് പാറയുടെ പിളർപ്പിൽ നിന്ന് അരുവികൾ പുറപ്പെടുവിച്ചു, ജലത്തെ നദികൾ പോലെ ഒഴുക്കി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ചിന്തിക്കുമ്പോൾ ഈ കൊറിന്ത് ലേഖനം 10:4 പറയുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ബൈബിളിനകത്ത് പ്രത്യേകിച്ച് ഈ പഴയ നിയമത്തിൽ ഗോഡ് എന്നും ലോഡ് എന്നും എഴുതുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ലോഡ് എന്ന് പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ക്രിസ്തുവാണ്.
അധികാരത്തോടെ ഭരിക്കുന്ന ആളാണ്. അധികാരത്തോടെ ഭരണം നടത്തുന്ന ആളാണ് എന്നൊക്കെ നമുക്ക് വ്യക്തതയോടെ മനസ്സിലാകും. അതുകൊണ്ട് അത് ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. കാരണം പഴയ നിയമത്തിലെല്ലാം, നമ്മുടെ മലയാളം ബൈബിളിലെല്ലാം എഴുതിയേക്കുന്നത് യഹോവയായ ദൈവം എന്ന് മാത്രമാണ്. എന്നാൽ POC ബൈബിളിൽ മാത്രം അന്നേരം അവർ യഹോവയായ ദൈവം എന്ന് എഴുതുന്നില്ല, അവർ കർത്താവായ ദൈവം എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പിതാവിനെ തിരിച്ചറിയാനും പാടാം. അപ്പോൾ ശരിക്കും ഗോഡുണ്ട്, ലോഡുണ്ട്, ജീസസ് ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജീസസ് ആൻഡ് ഫാദർ. പഴയ നിയമത്തിലേക്ക് പോകുമ്പം ഗോഡ് ആൻഡ് ലോഡ്. അപ്പോൾ ഈ ലോഡ് എന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധയോടെ പുതിയ നിയമ പുസ്തകങ്ങൾ കൂടെ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതെല്ലാം ക്രിസ്തുവാണ് എന്ന് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, നല്ല സമയത്തിനായി, നല്ല സാഹചര്യങ്ങൾക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ ക്രിസ്തുവിനെ കാണാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും അധികമായി ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നു കൊടുക്കണമേ. ശ്രദ്ധയോടെ അത് ഗ്രഹിക്കുവാനും കാണുവാനും ഒക്കെ ദൈവം അവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി, കണ്ണുകൾ തുറന്നു കൊടുക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.